ഉപ്പുടൻ സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച് മാതൃവേദി അമ്മമാർ ക്രിസ്തുമസിനായി ഒരുക്കിയ നക്ഷത്രരാവിന്റെ 25-ാം ദിനം. അതെ, നക്ഷത്രരാവ് നക്ഷത്ര ദീപമായി നീതിസൂര്യനായി ഉണ്ണി പിറക്കുന്ന ക്രിസ്മസ് രാവ്. ഈ പുണ്യരാവിന്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഒത്തിരി സന്തോഷത്തോടെ സ്നേഹത്തോടെ നേരുന്നു. ക്രിസ്മസ് രാവൊരുക്കിയ എല്ലാ അമ്മമാരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. പകൽ പ്രകാശം തരുന്ന സൂര്യനെയോ രാത്രി പൊന്നൊളി വിതറുന്ന ചന്ദ്രനെയോ ആശ്രയിക്കാതെ ലോകത്തിന്റെ പ്രകാശമായി പുൽക്കൂട്ടിൽ പിറന്ന ഉണ്ണിയെ സ്വീകരിക്കുവാനായി ഹൃദയമൊരുക്കി ഉന്നതത്തിൽ നിന്നും മഞ്ഞിൽ പിറന്ന ഉന്നതനെ ഉച്ചസ്ഥലത്തിൽ വാഴ്ത്തിപ്പാടാൻ ഒരുങ്ങി നിൽക്കുന്ന അമ്മമാർക്കും ഈ ഗാനം കേൾക്കുന്ന ഏവർക്കും ഇന്നത്തെ പുണ്യദിനത്തിന്റെ ദിവ്യ സന്ദേശം നൽകുന്നതിനായി ഉപ്പുടൻ സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച് വികാരി ബഹുമാനപ്പെട്ട വർഗീസ് പുത്തനങ്ങാടി അച്ഛനെ സാദരം ക്ഷണിക്കുന്നു. ഈശോയുടെ പിറവി തിരുനാൾ. ഈശോയുടെ പിറവി തിരുനാൾ കൊണ്ട് ഭൂമി അനുഗ്രഹീതമായി, ഭൂമിയിലെ മക്കൾക്കൊക്കെ ഒരു പ്രതീക്ഷയുണ്ടായി എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ നമ്മൾ ഈ പിറവി തിരുനാൾ ആചരിക്കുന്ന സമയത്ത് നമ്മുടെ ജനനം കൊണ്ട് മറ്റുള്ളവർക്ക് ഒരു പ്രതീക്ഷ ഉളവാക്കത്തക്ക രീതിയിലുള്ള ഒരു ജീവിതം നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രത്യേകത. അതിന് നമുക്ക് ഈശോയെ പോലെ ആകണം. അതേസമയം തന്നെ ഈശോയ്ക്ക് നമ്മളൊരു ഈശോയുടെ അടുത്തേക്ക് പോകുവാനായിട്ടൊരു വഴിയായിട്ട് നമ്മൾ തീരണം. അത് നമുക്ക് ഈശോയുടെ ജന്മത്തിൽ കാണാൻ സാധിക്കുക നക്ഷത്രമാണ്. നക്ഷത്രം അപ്പോൾ ആ നക്ഷത്രം പൂജാരാധാക്കന്മാർക്ക് വഴികാട്ടിയായി തീർന്നത് പോലെ നമ്മുടെ മറ്റുള്ളവർക്ക് ഒരു നക്ഷത്രമായിട്ട് തീർന്നാൽ തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് ഒരു പ്രതീക്ഷയായിട്ട് തീരും. എന്ന് പറഞ്ഞാൽ ഈശോയുടെ അടുത്തേക്ക് ചെല്ലുവാനായിട്ട് നമുക്ക് ഒരു നക്ഷത്രമായിട്ട് തീരണം. അവർ വഴിതെറ്റിപ്പോകാതെ, മറ്റുള്ളവർ വഴിതെറ്റിപ്പോകാതെ ഈശോയുടെ അടുത്തേക്ക് പോകത്തക്ക രീതിയിൽ, ഈശോയുടെ അടുത്തേക്കുള്ള വഴി കാണിക്കത്തക്ക രീതിയിൽ ഒരു നക്ഷത്രമായിട്ട് തീരുക. അപ്പോൾ ഇപ്പോൾ ഏറ്റവും അടുത്ത ഒരുക്കത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് മറ്റുള്ളവർക്ക് ഒരു നക്ഷത്രമായിട്ട് തീരുക എന്നുള്ളതാണ് ആവശ്യം.